Hi, here is another video on the objectives resolution by Jawaharlal Nehru. ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. എന്താ? So friends, here we go. Short answer question number 1. When was the objectives resolution presented? എപ്പോഴാണ് എന്നാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത്? ഇതാണ് ചോദ്യം. ജവഹർലാൽ നെഹ്റു presented the objectives resolution in the Constituent Assembly on the 5th day of its first session, that is on the 13th of December 1946. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ സെഷന്റെ 5ാമത്തെ ദിവസം, അതായത് 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ദി ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന പ്രമേയം അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. Which sections of the society are adequately safeguarded in the objectives resolution? അതായത് നമ്മുടെ സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ ആവശ്യമായ പ്രത്യേക പരിരക്ഷ നൽകുന്നത്? ഇതാണ് ചോദ്യം. The objectives resolution provided adequate safeguards for the minorities, the backward, the depressed and the tribal classes. അതായത് ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വർഗക്കാർ, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ, ഗോത്രവർഗക്കാർ അതായത് ആദിവാസികൾ തുടങ്ങിയ ആളുകൾക്കാണ് ഈ പ്രമേയത്തിൽ പ്രത്യേക പരിരക്ഷ നൽകുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3. What are the rights guaranteed to all citizens of India? അതായത് ഭാരതത്തിലെ പൗരന്മാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? Now here's the answer. The rights guaranteed to all the citizens of India are justice, social, economic and political rights, rights to equality of status, of opportunity and before the law, freedom of thought, expression, belief, faith, worship, vocation, association and action are also ensured subject to law and public morality. അതായത് നീതി ലഭിക്കാനുള്ള അവകാശം, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അവകാശങ്ങൾ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ, ഏവർക്കും തുല്യ അവസരവും, ചിന്തിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള അവകാശങ്ങൾ, ഇഷ്ടമുള്ള വിശ്വാസ പ്രമാണം തിരഞ്ഞെടുക്കാം, അതുപോലെ ആരാധനാ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, ഇഷ്ടം പോലെ സംഘടിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഇവയൊക്കെ തന്നെ നമ്മുടെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും നിരക്കുന്നതാവണം. Now, question number 4. What is the real step or real work of the Constituent Assembly as mentioned in the speech? അതായത് നെഹ്റുവിന്റെ പ്രസംഗത്തിൽ പറയുന്നതനുസരിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട നടപടി, അതായത് യഥാർത്ഥ ജോലി എന്താണ്? Now here's the answer. The real step or the real work of the Constituent Assembly is to give shape to India's dream and aspiration in the printed and written word. That is to bring out a written constitution of India. അതെന്താണെന്ന് വെച്ചാൽ രൂപം നൽകുക. എന്തിന്? അതായത് ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്കും ആശയാഭിലാഷങ്ങൾക്കും എഴുതി അച്ചടിച്ച വാക്കുകളിലൂടെ, അതായത് എഴുതപ്പെട്ട ഒരു ഭരണഘടനയിലൂടെ നല്ല സുന്ദരമായൊരു രൂപം നൽകുക എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന യഥാർത്ഥ ജോലി. Now, question number 5. What is the significance of the Constituent Assembly? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രാധാന്യം എന്താണ്? ഇതാണ് ചോദ്യം. Now, here's the answer. The Constituent Assembly was formed to design a written constitution for India. അതായത് സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി എഴുതപ്പെട്ട ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ വേണ്ടി രൂപീകരിച്ച സമിതിയായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇറ്റ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് 299 ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ലെജിസ്ലേറ്റേഴ്സ്. നേരിട്ടല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 299 അംഗങ്ങൾ ഉണ്ടായിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഇന്ത്യസ് ഫസ്റ്റ് പാർലമെന്റ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് വേണമെങ്കിൽ പറയാം. Now friends, here's the last short answer question. Question number 6. What is the objectives resolution? അതായത് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The objectives resolution is a declaration containing the guiding principles for drafting the Constitution of India. സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി എഴുതാൻ ഉദ്ദേശിക്കുന്ന ഭരണഘടനയുടെ
സുപ്രധാന തത്വങ്ങൾ, അതായത് ലക്ഷ്യങ്ങൾ അടങ്ങിയ ഒരു പ്രഖ്യാപനമായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ. It was introduced in the Constituent Assembly by Jawaharlal Nehru on the 5th day of its first session. That is on the 13th of December 1946. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. The preamble to the Indian Constitution is based on this objectives resolution. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഓർക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവാണ് പ്രിയാമ്പിൾ. Friends, these are the short answer questions. By the by, you can find the link to the PDF in the description box below. So, thank you for being with me. I'll see you soon. Bye bye.